ജെഫ് ബെസോസ് എന്ന വ്യവസായി തൻ്റെ ജീവിതത്തിൽ എന്നും നേരിട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രധാന വിമർശനം ആമസോൺ ഏതെങ്കിലും കാലത്തൊരു പ്രോഫിറ്റബിൾ കമ്പനി ആയിരുന്നോ എന്നുള്ളതാണ്. ആമസോൺ എന്ന കമ്പനി പണമുണ്ടാക്കുന്ന മുറയ്ക്ക് ബെസോസ് എന്ന അതിൻ്റെ ബോസ് ആ അധിക വരുമാനത്തെ കമ്പനിയെ വളർത്താനുള്ള തൻ്റെ പദ്ധതികൾക്കുമേൽ ചെലവഴിക്കുമെന്നാണ് പ്രധാന ആക്ഷേപം. പണ്ടത്തെ കാലമായിരുന്നുവെങ്കിൽ, ഇന്നത്തെ പോലെ തുടർച്ചയായി ഇവാലുവേഷൻസും പുതിയ ഇൻവെസ്റ്റേഴ്സും ഒക്കെ വന്നില്ലായിരുന്നുവെങ്കിൽ ആമസോൺ എന്നേ പാപ്പർ സ്യൂട്ട് അടിച്ചിരുന്നേനെയൊന്നും ചിലർ പറയുന്നു. എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഉള്ളിൽ അദമ്യമായിട്ടുള്ള ആഗ്രഹം, റിസ്ക് എടുക്കാനുള്ള സന്നദ്ധത, വിപണിയെ ഇളക്കി മറിക്കാനുള്ള നിശ്ചയദാർഢ്യം എന്നിവയോടെ തന്നെ ജനിച്ചു വീണ ഒരാളായിരുന്നു ജെഫ് ബെസോസ്. 1994 ന്യൂയോർക്കിൽ നിന്ന് തൻ്റെ ഷെവർലെ കാറിലിരുന്ന് സിയാറ്റിലേക്ക് പോകുമ്പോൾ ജെഫ് ബെസോസിന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള തൻ്റെ ജീവിതത്തിൽ എന്തു വേണം എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. ഇന്ന് 30 വർഷങ്ങൾക്കിപ്പുറവും അത്ര തന്നെ കൃത്യമായ ധാരണകൾ ജെഫിന് ജീവിതത്തിലും ബിസിനസ്സിലുമുണ്ട്. പുസ്തക വിൽപ്പന മുതൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരെ, ടെലിവിഷൻ ഷോകൾ മുതൽ ഡ്രോണുകൾ വരെ, ഏതു നിമിഷം എന്താണ് ജെഫ് ബെസോസിൽ നിന്നുണ്ടായി വരിക എന്ന കാര്യത്തിൽ ജനമനസ്സുകളിൽ സസ്പെൻസ് കലർന്നൊരു ജിജ്ഞാസ എന്നും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ കണക്കുകൂട്ടലുകളെ എന്നും തെറ്റെന്ന് സ്ഥാപിച്ചിട്ടുള്ള അദ്ദേഹം എല്ലാ കാലത്തും ഉറക്കം കളഞ്ഞ് അധ്വാനിച്ചിട്ടുള്ളത് ഒരേ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിരുന്നു: ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്റ്റോർ സ്ഥാപിക്കുക. ബുക്ക് സ്റ്റോറായി തുടങ്ങി നക്ഷത്രങ്ങളിലേക്കുള്ള റോക്കറ്റുകൾ വരെയായി വളർന്ന ആമസോൺ ഇന്നും പുലർത്തുന്നതും അതിൻ്റെ ഫൗണ്ടറുടെ ജെഫ് ബെസോസിൻ്റെ ഇതേ സ്വപ്നം തന്നെയാണ്. ആമസോണിൻ്റെ ഓരോ വെയർഹൗസിലും, ഓരോ ക്ലൗഡ് സെർവറിലും, ഓരോ പ്രൈം പാക്കേജിലും നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു കണിക ഇന്നും അവശേഷിക്കുന്നുണ്ട്. ജെഫ് ബെസോസിൻ്റെയും ആമസോണിൻ്റെയും വിജയകഥ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഒന്നു മാത്രമാണ്: തെളിച്ചമുള്ള കാഴ്ചയും അച്ചടക്കവും കൈമുതലാക്കിയാൽ ഏത് ഗ്യാരേജിൽ പിറക്കുന്ന സ്വപ്നത്തിനും ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതാനാകും.